ഹായ് ഹലോ. നമുക്കിന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ തട്ടുകട സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ, കണ്ടു നോക്കൂ. എന്നാൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങിയാലോ. അതിനായി 9 ചെറിയുള്ളി, ഒരു 8 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, വലിയ ജീരകം, 2 തണ്ട് കറിവേപ്പില, 2 തണ്ട് മല്ലിയില, ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുക്കാനേ. അതിനായി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിലൊരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണേ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇത്രയാണ് കേട്ടോ പൊടികളായിട്ട് വേണ്ടത്. കുറച്ചും കൂടെ പൊടികൾ വേണം, അത് ഞാൻ ചേർക്കുന്ന ടൈമിൽ പറഞ്ഞു തരാം. ഇത്രയും മസാലകൾ 1 കിലോ ചിക്കനിലേക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ആ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നേരത്തെ എടുത്ത് വെച്ച പൊടികളും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 2 ടീസ്പൂൺ തൈരും, 1 ടേബിൾ സ്പൂൺ ഉപ്പും, 1 കോഴിമുട്ടയും ചേർത്ത് ചിക്കനിൽ നന്നായി മസാലകളെല്ലാം തേച്ച് പിടിപ്പിക്കാം. കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുന്നതാവും നല്ലത്. ചിക്കൻ നല്ല കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം കളറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ചേർത്താൽ മതി. റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കളർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒരു 15 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി 15 മിനിറ്റിന് ശേഷം ഇത് ഒന്ന് തുറന്ന് ഒന്നും കൂടെ നമ്മളെ ചിക്കൻ കുഴച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് നമുക്ക് എണ്ണ വെച്ച് ചൂടാക്കിയെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടില്ലേ, ആ ടൈമിൽ നമുക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്നൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി കിട്ടും. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച് മുഴുവൻ ചിക്കനും ഇതുപോലെ ചൂടായ എണ്ണയിലേക്കിട്ട് അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി 2 ഭാഗവും ഫ്രൈ ആയി വന്നാൽ നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇത്ര പണിയുള്ളൂ കേട്ടോ. നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്നതിന് അല്പം മുമ്പ് വൈറ്റ് എള്ളുണ്ട് എന്നുണ്ടെങ്കിൽ മസാല പുരട്ടി വെച്ച ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണേ. ഞാൻ പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മുകളിൽ അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒന്നുമില്ല ചേർത്ത് കൊടുത്തു എന്ന് കരുതിയിട്ട്. കാണാനൊന്നും കൂടെ ഒരു ഭംഗി ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും തരണേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ. നമ്മുടെ ഈസി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ ഒരുപാട് ഈസി റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കണ്ടു നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.